ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്യുതനും അമ്പികയും കൂടിയിട്ട് സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുകയാണ്. അന്നേരം ഭൂമി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അച്ഛ ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ പോകണം, നാളെ തന്നെ പോകണം എന്ന് പറയുമ്പോൾ വേണ്ട അച്ഛ നമുക്കിപ്പോൾ പോകണ്ടെന്ന് പറയുമ്പോൾ അച്യുതൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. പോകണം എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു മുഖം ഇതുവരെ അച്യുതൻ്റെ ഭൂമി കണ്ടിട്ടില്ല. അപ്പോൾ ഭൂമിക്ക് അങ്ങോട്ട് സങ്കടവും ഒക്കെ വരികയാണ് കേട്ടോ. പിന്നെ അച്യുതൻ പതുക്കനെ പറയുന്നത്, പോണം മോളെ, ഇതുവരെ നീ പറഞ്ഞ കാര്യങ്ങളല്ലേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഈ ഒരു കാര്യം മാത്രം മോള് അച്ഛൻ പറയണത് കേൾക്കണം എന്ന് പറയാൻ കേട്ടോ. അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിൽ മോൾ അനുസരിക്കണം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഭൂമി പറയാണ്, ശരി, അച്ഛനോടുള്ള സ്നേഹം തെളിയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഭൂമി പോയി കഴിയുമ്പോൾ അമ്പികയെ ചോദിക്കുന്നുണ്ട്, മോള് പറഞ്ഞത് കേട്ടില്ലേ, അച്ഛൻ അവൾക്ക് വേണ്ടി നല്ലതാണോ ചെയ്യുന്നതെന്ന് അവൾക്ക് ഉറപ്പുണ്ടെന്ന്, അങ്ങനെയാണോ അച്യുതേട്ടാന്ന് ചോദിക്കുന്നുണ്ടോ അംബിക. അതിനുശേഷം അച്യുതൻ കാറിൽ പോയിരുന്നിട്ട് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാനായിട്ട് വന്നിട്ട് കാറിനോട് തന്നെ സംസാരിക്കുകയാണ്. നിനക്കെല്ലാതും അറിയാം, നിനക്ക് എല്ലാ രഹസ്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് പഴയ കാര്യങ്ങൾ ഓർക്കാണ് കേട്ടോ. അന്നേരം അഭിരാമിനെ കൊല്ലാൻ കൊടുക്കുന്ന കാര്യമൊക്കെ മനസ്സിലൂടെ വരികയാണ് കേട്ടോ. അതിനുശേഷം വേഗം തന്നെ കൊച്ചിനെ കിട്ടുമ്പോൾ തന്നെ വേഗം തന്നെ കാറിൽ അംബികയുടെ അടുത്തേക്ക് വരുന്നതും അംബികയുടെ കയ്യിൽ ആ കൊച്ചിനെ കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അംബികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊച്ചിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. അന്ന് രാത്രി തന്നെ അവർ അവിടുന്ന് സ്ഥലം വിടാണ് കേട്ടോ. വേറൊരു നാട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു പേര് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ സീത എന്നാണ് അച്യുതൻ പറയുന്നത്. ഈ സീത എത്ര പേർക്കുണ്ട്, എന്നാലും സീതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേര് എനിക്കറിയാം, ഭൂമിജ ആണോ, അത് നല്ല പേരാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേരിടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാറിലിരുന്ന് കണ്ടിട്ട് ആലോചിക്കുകയാണ് കേട്ടോ അച്യുതൻ. അപ്പോൾ അച്യുതൻ സങ്കടത്തോട് കൂടി ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഭൂമി വരുന്നുണ്ട് കേട്ടോ. ഭൂമി വരുന്നതിന് മുമ്പ് തന്നെ അച്യുതൻ ഇങ്ങനെ കാരണമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി വന്നിട്ട് ഇങ്ങനെ അച്ഛനോട് ചോദിക്കുകയാണ്, ഈ കാറൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അച്ഛാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാറ് കൊണ്ടുപോകാനൊന്നും നടക്കുന്ന കാര്യമില്ല മോളെ, ഇത് വല്ല ആക്രിക്കാരൻ കൊടുക്കാമെന്ന് പറയും കേട്ടോ. ആക്രിക്കാരനോ, അത് ഞാൻ സമ്മതിക്കില്ല, ഇത് അച്ഛൻ്റെ ആത്മാവല്ലേ, ഇത് ഞാൻ കൊടുക്കൂല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നാട്ടിലെത്തിക്കും, ഉറപ്പായിട്ടും നാട്ടിലെത്തിക്കുമെന്ന് ഭൂമി പറയാൻ കേട്ടോ അച്യുതനോട്. അപ്പോൾ അച്യുതൻ സങ്കടപ്പെട്ട് നോക്കാണ് കേട്ടോ. അച്ഛാ നാളെ തന്നെ പോകണോ അച്ഛാ, പോകണം മോളെ, പോകണം, ഉറപ്പായിട്ടും പോകണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ കോഫി ഹൗസിൽ പോയിട്ട് ലക്ഷ്മി ചേച്ചിനെ ഏൽപ്പിച്ചിട്ട് വരാം. അപ്പോൾ ആ പോലീസുകാരോട് യാത്രയും പറയാലോ മോളെ, അവരോടൊന്നും പറഞ്ഞേക്കരുതിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, പറഞ്ഞാലും എന്നെ തേടി വരാൻ അത്ര സൗഹൃദമുള്ളവരാരും ഇല്ല അച്ഛാന്ന് പറയാം കേട്ടോ. അല്ല, പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പറയണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത് എന്ന് പറയട്ടോ. ശരി, ഞാൻ അതൊന്നും പറയുന്നില്ല അച്ഛാ, പോകണമെന്ന് അച്ഛൻ തീരുമാനിച്ചതല്ലേ, പോകണം, ഉറപ്പായിട്ടും പോകണം മോളെ, പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ശരി, നമുക്ക് എന്തായാലും പോകാം, അച്ഛൻ്റെ ആഗ്രഹമല്ലേ ഇവിടെ നിന്ന് പോകണം എന്നുള്ളത്. ഭൂമി നടക്കുന്നതൊന്നും ഭൂമി അറിയുന്നില്ല, കഥ അറിയാതെ ആട്ടം കാണുകയാണ് ഈ ഭൂമി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിക്കുന്നുണ്ട് കേട്ടോ ഭൂമി. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശിക്ക് ചായം കൊണ്ടുവരികയാണ് കേട്ടോ സംഗീത. അപ്പോൾ മുത്തശ്ശി സംഗീതനോട് പറയുന്നുണ്ട്, ആ പത്രക്കാരനോട് പത്രം ഇവിടെ കൊണ്ടുതരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്ന് പറയാം. അവൻ ഇവിടെ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാധവൻ അവിടേക്ക് വരാൻ കേട്ടോ. അപ്പോൾ മാധവനോട് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, നിനക്ക് ഇവളെയും കൂടി കൊണ്ടുപോകൂടെ പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട്, ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ ഇവൾക്ക് നല്ല എക്സസൈസ് ഉണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ന് പറയാനിട്ട് കളിയാക്കാണേ. അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് എത്ര പേരക്കുട്ടികളുണ്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ സംഗീത. അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്, അമ്മയ്ക്ക് 4 പേരക്കുട്ടികൾ. അതെ, അവരാരൊക്കെ? അപ്പോൾ പറയുന്നുണ്ട്, അനുപമ, അജയ്, അഞ്ജന, അഭിരാമി. അതിൽ അഭിരാമിനെ കാണാതായി, പക്ഷേ അനുപമ എന്തെങ്ങോട്ട് വരാത്തത് എന്ന് ചോദിക്കാണ്ട്. അത് അവൾ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ അമ്മയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്തായാലും ഇവിടേക്ക് വരരുതെന്നൊന്നും അവളോട് പറഞ്ഞിട്ടില്ലല്ലോ, എന്തായാലും വിവാഹ നിശ്ചയം വരാൻ പോവുകയാണ്, ഉറപ്പായിട്ടും അവൾ വിവാഹ നിശ്ചയത്തിന് ഉണ്ടാവണം എന്ന് പറയുകയാണേ. അതിനുശേഷം പിന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഫോട്ടോ വെച്ചിട്ട് എൻഗേജ്മെൻറ്റിൻ്റെ ഒരു പരസ്യം കൊടുക്കണം എന്ന് പറയുകയാണേ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവരങ്ങനെ തന്നെയല്ലേ, ഇനിയിപ്പോൾ എൻ്റെ തീരുമാനം അനുസരിക്കുക മാത്രമാണോ രണ്ടാൾ ചെയ്യുന്നത്? അപ്പോൾ സംഗീത പറയും, ഇല്ലല്ല അമ്മേ,
അങ്ങനെ ഒന്നുമില്ല. അവർക്കൊക്കെ തമ്മിൽ ഇഷ്ടം തന്നെയാണ്. പുറത്തുനിന്ന് ഒരു പെൺകുട്ടി വന്ന് കുടുംബം കലക്കുന്നതിനേക്കാളും നല്ലതല്ലേ. ഇപ്പൊക്കെ കണ്ടില്ലേ, മിണ്ടിയ ഡിവോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് അഞ്ജന തന്നെയായിരിക്കും നല്ലതെന്നൊക്കെ പറയുകയാണ്. പിന്നെ പറയുന്നുണ്ട് അനുപമയോട് എന്തായാലും എൻഗേജ്മെൻറ്റിന് വരാൻ പറയണമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ സംഗീതയ്ക്ക് ആകെ ടെൻഷൻ ആവാണ്. നീ അവളെ വിളിച്ചിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ശരി, നീ എന്നായാലും അവളെ വിളിക്കാൻ പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അഞ്ജന ഇങ്ങനെ ഫോണിൽ നോക്കി ഇങ്ങനെ ഗെയിം എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഭവാനി വരുന്നുണ്ട്. അപ്പോൾ ഭവാനി ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാനൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഈ ഗെയിം കളിച്ചോ? പക്ഷേ ഈ ഗെയിമല്ല കളിച്ച് അവസാനിപ്പിക്കേണ്ടത്. നമ്മൾ വേറൊരു ഗെയിം തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ ഗെയിം ചിലപ്പോൾ ഒരുപാട് നാൾ കളിക്കേണ്ടി വരും. 1-2 ദിവസമല്ല, ചിലപ്പോൾ വർഷങ്ങളോളം കളിക്കേണ്ടി വരും എന്ന് പറയാണ് കേട്ടോ. ആ ഗെയിമിൽ നിന്ന് പിന്തിരിയാൻ നമുക്ക് പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ എനിക്കറിയാം ആ ഗെയിമിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ലെന്ന്. ബാക്കിലമ്മ കുളം കുഴിച്ച് വെച്ചിരിക്കല്ലേ, ആ കുളത്തിൽ വീഴാതിരിക്കാൻ നോക്കണമല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നീ അജയ്ക്ക് ഗുഡ് മോർണിംഗ് അയച്ചോ? അയച്ചു. നാണം കെട്ടോന്നും കൂടി ചോദിക്കി എന്ന് പറയാണ് കേട്ടോ അഞ്ജന. നാണം കെട്ടു, നല്ലോണം നാണം കെട്ടു, ഒരു പുച്ഛഭാവമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയാണ് കേട്ടോ. അത് സാരില്ല, നീ മെസ്സേജൊക്കെ അയക്കാറുണ്ട് എന്നും അയക്കാറുണ്ട്. അതിന് നല്ല റെസ്പോൺസാണോ? പിന്നെ ഒരു റെസ്പോൺസും ഇല്ല, മിണ്ടുന്നു പോലില്ല എന്ന് പറയാം കേട്ടോ. സാറില്ല, നീ അതൊക്കെ ക്ഷമിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ്ടേ. അവനിപ്പോൾ അവളെയാണ് കൊണ്ടു നടക്കുന്നതെന്ന് പറയും. അവളെയോ? ഏതവളെ? ആ ചായക്കടക്കാരില്ലേ, അവളെ എന്ന് പറയാം കേട്ടോ. ചായക്കടക്കാരി ഭൂമിയോ എന്ന് ചോദിക്കുകയാണ്. അതെ. അപ്പം പെട്ടെന്ന് തന്നെ ഭവാനി മനസ്സിലൊരു ഭൂമിയല്ല, അഭിരാമിയാണ് അവന് കൊണ്ടു നടക്കുന്നത് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ജനയുടെ അടുത്ത് ഭവാനി പറഞ്ഞു, നീ അതിന് വിഷമിക്കൊന്നും വേണ്ട, ആ ഇനി ഭൂമി പുറത്തില്ലാവില്ല എന്ന് പറയാൻ. എന്താ അമ്മ പറഞ്ഞത്? അവളിനി കുറച്ച് നാളും കൂടെ ഉണ്ടാവുള്ളൂ എന്ന് പറയാം. അപ്പം നീ എനിക്ക് കൈ തന്നെന്ന് പറഞ്ഞാൽ കയ്യിലടിച്ച് സത്യം കൊടുക്കാണ് കേട്ടോ. ഞാൻ പറയുന്നത് നീ കേൾക്ക് എന്ന് പറയട്ടോ. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അവൻ എന്നോട് തുറന്നു പറഞ്ഞമ്മേ അവളെയാണ് ഇഷ്ടമെന്ന് എന്ന് പറയട്ടോ. അതൊന്നും കാര്യമാക്കണ്ട, അവൾ ഈ ഭൂമിയിൽ ഇനി ഉണ്ടാവില്ല എന്ന് തന്നെ വാക്ക് കൊടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി ചേച്ചിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ചേച്ചിക്ക് ഭയങ്കര സങ്കടമാവട്ടെ, എന്നാലും എങ്ങനെ ശരിയാവും നോക്കിയാണ് കേട്ടോ. അതൊന്നും സാറില്ല, ഞാൻ ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാമെന്ന് പറയും. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ചായ കൊടുക്കുമ്പോൾ എല്ലാവരോടും യാത്ര പറയാനിട്ട്, ഞാൻ കുറച്ച് ദിവസം ഉണ്ടാവില്ല ഇവിടെ, 2-3 ആഴ്ചത്തേക്ക് ഞങ്ങൾ നാട്ടിൽ പോകുകയാണെന്നൊക്കെ പറയും. അങ്ങനെ ഓരോരുത്തർക്ക് ചായ കൊണ്ടുകൊടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലാസ്റ്റ് അജയൻ്റെ അടുത്തേക്ക് എത്താൻ കേട്ടോ. അജയന് ചായ കൊണ്ടു കൊടുക്കുമ്പോൾ ഭൂമി നാട്ടിലേക്ക് പോകാണോ എന്ന് ചോദിക്കാണ്ട്. അതെ, ഇനി കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവില്ല. കുറച്ച് നാളോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, കുറച്ച് നാൾ. അതെങ്ങനെ ശരിയാവാ കുറച്ച് നാൾ എന്ന് ചോദിക്കാണ്ട്. എന്താ? അല്ല, അപ്പോൾ കുറച്ച് നാൾ തന്നെ കാണാതിരിക്കണല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്താ സാറിന് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെന്താ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം? എന്തായാലും നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞില്ലേ, എവിടെയാണ് നാട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ പറഞ്ഞ കാര്യം ഓർക്കാണ് കേട്ടോ, നാട് എവിടെയാണെന്ന് പറയരുതെന്ന്, അത് കുറച്ച് ദൂരെയാണ്, ബോർഡറിൻ്റെ അവിടെയാണ്, സാറിന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെ പറയും കേട്ടോ. എന്നാലും തന്നെ കുറച്ച് നാൾ കാണാതിരിക്കേണ്ടേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജയ് പറയാണ്, താൻ എന്തായാലും അങ്ങനെ ദൂരമൊന്നും പോകൂല, താൻ ഇവിടെ തന്നെ നിറഞ്ഞു നിൽക്കൂടോ, ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അജയൻ്റെ മനസ്സിലുള്ളൊരു ഇഷ്ടം ഇങ്ങനെ അഭിരാമിക്ക് മനസ്സിലാവുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ സാറിന് എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല, ചില നേരത്തെ ഒരു സ്വഭാവം, ചില നേരത്തെ ഒരു സ്വഭാവം. ഏതാ ചില നേരത്തെ സ്വഭാവം? ചിലപ്പോൾ മാൻകുട്ടി, ചിലപ്പോൾ മുയൽക്കുട്ടി എന്ന് പറയും. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ആട്, കരടി, പുലി, അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സങ്കടം വരികയാണ് കേട്ടോ ഭൂമിക്ക്. അപ്പോൾ ഭൂമിയോട് പറയുന്നുണ്ട്, സാറില്ല, താൻ എന്തായാലും അത്ര നാളൊന്നും പോയി ദൂരെ നിൽക്കാനൊന്നും പോകുന്നില്ല, താൻ എന്തായാലും തിരിച്ചു വരും, ഇവിടെ നിറഞ്ഞു നിൽക്കേണ്ടവളാണ് താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഭൂമി. പിന്നെ കാണിക്കുന്നത് പ്രമോയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ എത്രയേ ഉള്ളൂ. പ്രമോയിൽ കാണിക്കുന്നത് ഡോക്ടറെ കാണാനായിട്ട് അച്യുതൻ വരുമ്പോൾ അച്യുതനോട് ഡോക്ടർ തുറന്നു പറയാണ് ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ള കാര്യം. അപ്പോൾ ആകെ ഞെട്ടിപ്പോവുകയാണ്. നേരെ അംബികയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഭൂമിനെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കണം, കാരണം എനിക്കിനി അധികം നാൾ ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഭൂമി വരുമ്പോൾ ഭൂമിനോടും പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇപ്പോൾ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഭൂമിക്ക് സന്തോഷമാവാണ് കേട്ടോ. പോകുന്നില്ല എന്ന് പറയുമ്പോൾ അച്യുതനെ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷെ അച്യുതൻ്റെ മനസ്സിൽ വേറെ ലക്ഷ്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഭൂമിനെ അച്ഛന് തിരികെ നൽകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ അച്യുതൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ സർജറി എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവുകയാണ് കേട്ടോ ഭൂമി. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് അയ്യോ പറഞ്ഞു പോയാലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതൊക്കെ ഉണ്ട്.
അപ്പോൾ അത്രയാണ് ഇന്ന് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.